അപ്പോൾ തുടങ്ങാം. നാട്ടിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓണപരിപാടിക്കൊക്കെ പൂ മേടിക്കാൻ പോയുള്ള പരിചയം കൊണ്ടാണോ എന്നറിയാൻ മേല, രംഗോലി മേടിക്കാൻ എൻ്റെ കയ്യിൽ തന്ന പൈസ എത്ര ചിലവാക്കിയിട്ട് പിന്നെ എൻ്റെ കയ്യിൽ മിച്ചമുണ്ട്. കോളേജിനകത്ത് ഈ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ല, കാരണം അത് നമ്മുടെ വിഷയമേ അല്ലല്ലോ. അപ്പോഴത്തേക്കും എൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള പിള്ളേർ പല്ലിങ്ങനെ കടിച്ചമർത്തുന്ന സൗണ്ട് എനിക്ക് കേൾക്കാം. ചില ടീച്ചർമാരൊക്കെ ഇവൻ താനാ എന്നൊക്കെ ഇങ്ങനെ എന്നെ കൈ ചൂണ്ടിയൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെയാണ് ഇവന്മാർ എൻ്റെ മുമ്പിൽ നിന്ന് കിഴട്ട് ഡാഷ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ തുടങ്ങാം. ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞത് നമ്മളൊന്നും ചെയ്യാതെ ഇങ്ങോട്ട് വന്ന് കയറിയൊരു പണിയെ പറ്റിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാനായിട്ട് അങ്ങോട്ട് പോയി പിടിച്ച ഒരു പണിയുടെ കാര്യം പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഈ സംഭവം നടക്കുന്നത് ഞാൻ PG പഠിക്കുന്ന സമയത്താണ്. ഞാൻ PG പഠിക്കുന്നത് വാളയാറിലാണ്. വാളയാറിൽ നിന്ന് 3 കിലോമീറ്റർ തമിഴ്നാട്ടിലേക്ക് മാറി തമിഴ്നാട്ടിലാണ് കോളേജ്. അപ്പോൾ PGക്ക് അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല, ആകെ 7 പേര് മാത്രമേ ഉള്ളൂ. എന്നാൽ മറ്റേ ക്ലാസ്സുകളിലൊക്കെ ഇഷ്ടംപോലെ ആളുകളൊക്കെ ഉണ്ട്. സമാധാനപരമായിട്ട് ഫുഡൊക്കെ അടിച്ച് ക്ലാസ്സിലൊന്നും പോകാതെ സുഖമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോളേജിലൊരു ഇൻ്റർ കോളേജ് ഫെസ്റ്റ് വരികയാണ്. വലിയൊരു സംഭവമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ PG പഠിക്കുന്നവരോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളാണ് ഏറ്റവും മുതിർന്നത്, അപ്പോൾ നിങ്ങളിതിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ നോക്കണം എന്നെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചു. എൻ്റെ കൂടെയുള്ള ബാക്കി 6 പേരും നല്ലപോലെ പണിയെടുക്കുന്ന കാര്യമൊക്കെ ഉണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ പുറകിൽ ഇങ്ങനെ തത്തി പിടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ടീച്ചർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടന് വണ്ടിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലൊരു പഴയ സ്പ്ലെൻഡർ ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കൊരു അർജൻറ്റ് സാധനം മേടിക്കാനുണ്ട്, അതൊന്ന് മേടിച്ചുകൊണ്ട് വരാമോ എന്ന് ചോദിച്ചു. പിന്നെ റെഡി, എന്ത് മേടിക്കാൻ റെഡി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ മേടിക്കാൻ വേണ്ടി ഏൽപ്പിച്ച സാധനം രംഗോലിയാണ്. ഈ രംഗോലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് എന്ത് ടൈപ്പ് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിൻ്റെ വാതുക്കൽ ഇവർ നമ്മുടെ അത്തപ്പൂക്കളം പോലെ ഈ കളർ പൊടി വെച്ച് ഒരു രംഗോലി ഇടും. അതിട്ടാൽ മാത്രമേ ഇവർക്കൊരു സമാധാനമുള്ളൂ. അത് അവരുടെ ഒരു അഭിമാന പ്രശ്നമോ ഒരു സൗന്ദര്യത്തിൻ്റെ ലക്ഷണമോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ആയിട്ടാണ് അവരതിനെ കാണുന്നത്. അവിടെ ഒരു പണിയെടുക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് സുഖമാണെങ്കിൽ കൂടെ ഉള്ളിലൊരു പശ്ചാത്താപം ഉള്ളതുകൊണ്ട് തന്നെ ഞാനിത് കയറി അങ്ങ് പിടിച്ച് ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിൽ കാശ് തരുന്നു, അവരെനിക്ക് കട പറഞ്ഞു തരുന്നു. ആ കടയിലേക്ക് ഞാൻ പോകുന്നു, സാധനം മേടിക്കുന്നു. നാട്ടിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓണപരിപാടിക്കൊക്കെ പൂ മേടിക്കാൻ പോയുള്ള പരിചയം കൊണ്ടാണോ എന്നറിയാൻ മേല, രംഗോലി മേടിക്കാൻ എൻ്റെ കയ്യിൽ തന്ന പൈസ എത്ര ചിലവാക്കിയിട്ട് പിന്നെ എൻ്റെ കയ്യിൽ മിച്ചമുണ്ട്. ആ മിച്ചത്തിന് ഞാൻ കുറേശ്ശെ കടലമുട്ടായികളൊക്കെ മേടിച്ച് തിന്ന് സമാധാനപരമായിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ നേരെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തു. അതിനുശേഷം ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ ഇങ്ങനെ നടന്ന് വരുമ്പോഴാണ് ഞാൻ എൻ്റെ ഈ കഥയിലെ നായകനെ കാണുന്നത്. ഇൻ്റർ കോളേജ് ഫെസ്റ്റ് ആണല്ലോ, നിറയെ ആൾക്കാരൊക്കെ വരുന്നതൊന്ന് കൊഴുപ്പിക്കാൻ വേണ്ടി ഇവരൊരു ആന എത്തിച്ചിരിക്കുകയാണ്. കാരണം ഈ വാളയാറിന് 40 കിലോമീറ്ററേ ഉള്ളൂ പാലക്കാടിന്. അപ്പോൾ വെച്ചാൽ ഒരു 150 കിലോമീറ്റർ ചുറ്റളവിൽ നല്ല ഇഷ്ടംപോലെ ആനകളുള്ള സ്ഥലമാണ്. തൃശ്ശൂർ മുതൽ ഇങ്ങോട്ടുള്ള സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ എവിടുന്ന് ഒരു ആനേനെയൊക്കെ കൊണ്ടുവന്ന് റെഡിയാക്കി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കയ്യിൽ രംഗോലിയൊക്കെ ഇങ്ങനെ കഷത്തിലൊക്കെ വെച്ച് ഒരു ബാഗിലൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ വരുന്നത്. ആനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കാലം കൂടി ആനയെ കാണുകയാണ്. ഞാൻ നേരെ ബാഗ് സൈഡിലേക്ക് വെച്ചു, ആനയുടെ അടുത്തേക്ക് ചെന്നു. ആന ഇങ്ങനെ കുറച്ച് നേരം നോക്കിയൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് പാപ്പാൻ നിൽക്കുന്നു, മലയാളി ചേട്ടൻ. അപ്പോൾ ഞാൻ ചെന്നു ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഹായ് പറയുന്നു. ഉടനെ പുള്ളി എൻ്റെ അടുത്ത് എന്നാ മോനെ എന്നൊക്കെ ചോദിക്കുന്നു. ഞാനപ്പോൾ ആനയുടെ പേരൊക്കെ പറഞ്ഞൊക്കെ മറന്നുപോയി. എന്നിരുന്നാലും ഞാൻ ഭയങ്കര കാര്യമായിട്ട് അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. ആന ഭയങ്കര ഇതാണല്ലേ, ആനയുടെ വാലിൻ്റെ ഇതല്ലേ, മറ്റേതല്ലേ, മറിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് ആധികാരികമായിട്ട് പറയുന്നു. ഒരു കാര്യമില്ലാതെ ഈ ആനയുടെ 4 വശത്തുള്ള ക്രോസ് സെക്ഷൻ നോക്കി ഞാൻ അവിടെ പോയി നോക്കുന്നു, ഇവിടെ പോയി നോക്കുന്നു. ആനക്കാരൻ്റെ അടുത്ത് ഭയങ്കര വർത്തമാനമൊക്കെ പറയുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. കോളേജിനകത്ത് ഈ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ല, കാരണം അത് നമ്മുടെ വിഷയമേ അല്ലല്ലോ. പക്ഷേ എനിക്ക് കാണാം ആന നിൽക്കുന്ന കോളേജിൻ്റെ ഈ ഫ്രണ്ടിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറിയാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കാണാം അതിൻ്റെ വാതിക്കൽ കൂടെ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നത് ഇപ്പം അങ്ങോട്ട് പോകണ്ട, അവരൊക്കെ എന്തോ ഒരുപാട് പണിയായിട്ട് അങ്ങോട്ട് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലോട്ട് അങ്ങോട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ അവർ പിടിച്ചെന്തെങ്കിലും പണി ഏൽപ്പിക്കുക. അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോവാം, ഇവിടെ നമുക്ക് കാണാൻ ആനയുണ്ടല്ലോ. അങ്ങനെ ആനേനെയൊക്കെ ഞാൻ നോക്കി ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഈ ടെൻസ്ഡായിട്ട് ഓടുന്ന കൂട്ടത്തിൽ നിന്നൊരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു 4 തമിഴൻ പയ്യന്മാർ നടന്നു വരുന്നു. ഇവന്മാർ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്, ക്ലിയർ അല്ല. ഇവന്മാരിങ്ങനെ അടുത്തായി കഴിഞ്ഞപ്പോൾ ഇവന്മാരും ആനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് നോക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആനക്കാരൻ ചോദിച്ചു, മോനെ തുടങ്ങാറായോ എന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ ഈ പയ്യന്മാർ പറഞ്ഞു എങ്കണ്ണ അന്താ കിഴട്ട് ഡാഷ്. ആ ഡാഷ് എന്താണെന്ന് നിങ്ങൾ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചു. ഇവന്മാർ പറഞ്ഞു അന്ത കിഴട്ട് ഡാഷ് എങ്കയോ പോയി തൊലഞ്ചെടുക്കുന്നു പറഞ്ഞു. അപ്പോൾ ആനക്കാരൻ ചോദിച്ചു അത് എന്നാന്ന് ചോദിച്ചത് പറഞ്ഞു, അതായത് അണ്ണ ഇവിടെ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ രംഗോലി പോടണം. അതായത് പുറത്തുനിന്നുള്ള ആൾക്കാർ വരുമ്പോൾ ഈ രംഗോലി ഇട്ടിട്ടില്ലെങ്കിൽ ഇവർക്ക് അതൊരു നാണക്കേടാണ്, അതൊരു അപശകുനം പോലെയാണ്, അതെന്തോ ശരിയായിട്ടുള്ള നടപടിയല്ല എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അത്ര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്.
അതുകൊണ്ട് തന്നെ ഈ തുടങ്ങേണ്ട സമയത്തിനോട് അടുത്തായിട്ട് ഇതുവരെ രംഗോലി എത്തിയിട്ടില്ല. അതിനൊരു കളമൊക്കെ വരച്ചിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെയാണ് ഇവന്മാർ എൻ്റെ മുമ്പിൽ നിന്ന് കിഴട്ട് ഡാഷ് എന്ന് വിളിക്കുന്നത്. ഞാൻ ആരാന്ന് ഇവന്മാർക്ക് അറിയില്ല, കാരണം ഞാൻ കോളേജിലോട്ട് അങ്ങനെ അധികം പോവാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ കണ്ടു പരിചയവും ഇല്ല. മാത്രമല്ല ആനക്കാരൻ്റെ കൂടെ നിൽക്കുന്നയാൾ ആനയുടെ ഹെൽപ്പർ എന്നാണ് ഇവന്മാർ എന്നെ വിചാരിച്ചതെന്ന് തോന്നുന്നു. ഞാനായിട്ട് തിരുത്താനും പോയില്ല. ഇവന്മാരെന്നിട്ട് പിന്നെയും അയാളെ നോക്കി പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ പിടി കൊടുക്കണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അവന്മാരോട് പറഞ്ഞു, എന്നാൽ പോയി നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞു. പിന്നെ ഇവന്മാരങ്ങ് പോയി. പോയ നേരത്ത് ഞാൻ പെട്ടെന്ന് കയ്യിലിരുന്ന ബാഗ് എടുത്തിട്ട് ആനക്കാരനോട് പറഞ്ഞു, ചേട്ടാ പോട്ടെ, അവന്മാർ അന്വേഷിക്കുന്നത് എന്നെയാന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാൻ ഓടി അങ്ങോട്ട് ചെന്ന് കയറി ഈ സാധനം വെച്ചിട്ട് അയ്യോ ഭയങ്കര തിരക്കായിരുന്നു, റോഡിൽ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാൻ അത്രയൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും എൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള പിള്ളേർ പല്ലിങ്ങനെ കടിച്ചമർത്തുന്ന സൗണ്ട് എനിക്ക് കേൾക്കാം. ചില ടീച്ചർമാരൊക്കെ ഇവൻ താനാ എന്നൊക്കെ ഇങ്ങനെ എന്നെ കൈ ചൂണ്ടിയൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവർ എൻ്റെ ഈ സാധനം മേടിച്ച് ഇടാൻ തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ ക്ലാസ്സിലെ മെയിൻ ടീച്ചർ വന്നു, എന്നെ പിടിച്ച് മാറ്റി നിർത്തി. ഞാൻ അത്യാവശ്യം തമിഴൊക്കെ സംസാരിക്കുകയും കേട്ടാൽ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളാണ്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത നല്ല കുറച്ച് പുളിച്ച തെറിയാണ് പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. അവിടെ കൊണ്ട് അത് തീരുന്നില്ല. അത് കഴിഞ്ഞ് ഇവൻറ്റിൻ്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള സാറ് വരുന്നു, HOD വരുന്നു, പ്രിൻസിപ്പൽ ഒഴികെയുള്ള യുവമാരെല്ലാവരും വന്നിട്ട് എന്നെ വരിയായിട്ട് തെറി പറഞ്ഞിട്ട് പോയി. പറഞ്ഞതിൽ മിക്കതും എനിക്ക് മനസ്സിലായില്ല, കാരണം ഇവർ നോൺ സ്റ്റോപ്പായിട്ട് പറഞ്ഞു പോവുകയാണ്. അതിൽ ആർതി എന്ന് പറയുന്ന ഒരു ടീച്ചറുണ്ടായിരുന്നു. പുള്ളിക്കാരി മാത്രം പതുക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിച്ചിപ്പിടുവേം പൂച്ച ഉന്നെ പിച്ചിപ്പിടുവേം പിച്ച് എന്നൊക്കെ പറയുന്നത് അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ബാക്കിയുള്ളവർ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് അത്ര വലിയ പിടുത്തമില്ല. എന്തായാലും നല്ല കാര്യമല്ല എന്നറിയാം. ഏതായാലും വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ അപ്പം ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഒരു ജൂനിയർ ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, മലയാളി പയ്യൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഈ സാധനമൊക്കെ ഏക്കുന്നത് സൂക്ഷിച്ചും കണ്ടും വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താടാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവരിതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന കാര്യമാണ്. ഇതെങ്ങാനും താമസിച്ച് വരികയും അവസാനം ഈ പരിപാടിക്ക് എന്തെങ്കിലും പ്രശ്നം വരികയും ചെയ്താൽ നിങ്ങൾ കാരണമാണ് ഈ പരിപാടി ഫ്ലോപ്പായത്, നിങ്ങളാണ് ഇതിൻ്റെ കാരണമെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ നിങ്ങളെ പിടിച്ചിട്ട് ഇടിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ശരിക്കും ഇതിനകത്ത് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ ചിന്തിക്കുന്നത് തന്നെ. ഏതായാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ആ പരിപാടി നടന്നെന്ന് മാത്രമല്ല, എല്ലാം കഴിഞ്ഞ് മറ്റു കോളേജിലെ ആളുകൾ ഇതിൻ്റെ ചില പ്രസംഗങ്ങൾക്കൊക്കെ കയറുന്ന സമയത്ത് വളരെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത പരിപാടിയായിരുന്നു, വളരെ നല്ല പരിപാടിയായിരുന്നു എന്നൊക്കെ കയറി പറയുകയൊക്കെ ചെയ്തുകൊണ്ട് കോളേജിലെല്ലാവരും ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രംഗോലി താമസിച്ചതും എൻ്റെ പ്രശ്നമൊന്നും പിന്നീട് ആരും ഓർത്തില്ല. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പേരിൽ ഇടിയും കിട്ടിയില്ല. പക്ഷേ ആ ഫെസ്റ്റിൻ്റെ ഇടയിൽ ചില സംഭവങ്ങളൊക്കെ നടന്നിരുന്നു. ഭയങ്കര പേഴ്സണലായിട്ടുള്ള ഞാനിപ്പോഴും മറക്കാത്ത ചില സംഭവങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. അതൊക്കെ പിന്നീട് ഒരിക്കൽ പറയാം, വീഡിയോ ഒരുപാട് വലുതാക്കണ്ട. അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ വെറുതെ ഇരുന്നാൽ പോലും നമ്മുടെ അടുത്തേക്ക് പണികൾ വരും. അപ്പം മനഃപൂർവ്വം നമ്മൾ അങ്ങോട്ട് പോയി ഒരു സാധനം എടുത്ത് തലയെ വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ കാര്യം ഞാൻ അന്ന് പഠിച്ചു. എന്നിരുന്നാലും പണി മേടിച്ച് കൂട്ടുന്നതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കുറവൊന്നും ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ കഥ ഞാൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ പോയി. കാരണം ഈ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാടധികം സംഭവങ്ങൾ എൻ്റെ തലയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങിപ്പോയി. ഇനി ഞാൻ വരുമ്പോൾ അതിലൊരു സംഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. എൻ്റെ ഇതേ സ്പ്ലെൻഡർ ബൈക്കിൽ ഒരിക്കൽ ഞാൻ ആ റോഡിൽ കൂടെ വെറുതെ പോകുന്ന സമയത്ത് എന്നെ ഒരു കാക്കിച്ചട്ടൈ കൈ കാണിച്ച് നിർത്തി. പോലീസുകാരനല്ല, മറ്റൊരു കാക്കിച്ചട്ടൈ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു സംഭവമായിരുന്നു ആ കാക്കിച്ചട്ടയ്ക്ക് എന്നോട് പറയാനുണ്ടായിരുന്നതും. പിന്നീട് അത് കഴിഞ്ഞ് നടന്ന സംഭവങ്ങളും ഞാൻ അങ്ങനെയൊന്നും മറക്കുന്നൊരു കാര്യമല്ല. ഏതായാലും ആ കാര്യം ഇനി ഞാൻ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാം. Till we meet again, this is your neighbor Mallu, RJ Sharon, signing off.